അഹമ്മദാബാദ് വിമാന അപകടത്തിൽപ്പെട്ട ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാട് സംഭവിച്ചതായി റിപ്പോർട്ട്. ഡേറ്റ വീണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ്. സാങ്കേതികത്വം, സുരക്ഷ എന്നിവ പരിഗണിച്ച് ബ്ലാക്ക് ബോക്സുകൾ ഡീകോഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തീരുമാനിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള നാഷണൽ സേഫ്റ്റി ട്രാൻസ്പോർട്ട് ബോർഡിന്റെ ലബോറട്ടറിയിലേക്ക് ബ്ലാക്ക് ബോക്സ് അയക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വ്യോമയാന മന്ത്രാലയം ഇത് തള്ളിക്കളയുകയാണ്. ഫ്ലൈറ്റ് റെക്കോർഡറുകൾ ഡീകോഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം സംബന്ധിച്ച തീരുമാനം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉചിതമായ വിലയിരുത്തലിന് ശേഷം എടുക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സാങ്കേതികത്വം, സുരക്ഷ എന്നിവ പരിഗണിച്ചായിരിക്കും തീരുമാനം. ബ്ലാക്ക് ബോക്സിലെ ഡേറ്റ വീണ്ടെടുത്താൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയൂ. അതിനിടെ ജീവനക്കാർക്ക് അയച്ച കത്തിൽ എയർ ഇന്ത്യ സിഇഒ അപകടവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയാണ്. ലണ്ടനിലേക്ക് പറക്കും വരെ വിമാനത്തിന് ഒരു തകരാറും ഉണ്ടായിരുന്നില്ലെന്ന് സിഇഒ ക്യാമ്പൽ വിൽസൺ വ്യക്തമാക്കുന്നു. കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. പ്രധാന പരിശോധന 2023 ജൂണിലാണ് നടത്തിയത്. അടുത്ത പരിശോധന നടത്തേണ്ടിയിരുന്നത് ഈ വരുന്ന ഡിസംബറിലാണ്. വലതുവശത്തെ എഞ്ചിന്റെ അറ്റകുറ്റപ്പണി മാർച്ചിൽ നടത്തി. ഇടതുവശത്തെ എഞ്ചിൻ ഏപ്രിലിൽ പരിശോധിച്ചിരുന്നുവെന്നും കത്തിൽ സിഇഒ വ്യക്തമാക്കുന്നു. അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ അധിക പരിശോധന നടത്താനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 15% അന്താരാഷ്ട്ര സർവീസുകൾ കമ്പനി റദ്ദാക്കുകയാണ്. ജൂൺ 20 മുതൽ ജൂലൈ പകുതി വരെയാണ് നിയന്ത്രണം. യാത്രക്കാർക്ക് ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.